ആലുവ മണപ്പുറത്ത് ശിവരാത്രി ഒരുക്കങ്ങൾ പൂർത്തിയായി. ആയിരക്കണക്കിന് ഭക്തരാണ് മണപ്പുറത്തേക്ക് എത്തുന്നത്. പിതൃതർപ്പണ ചടങ്ങുകളും പരിപാടികളും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നടപ്പാക്കുന്നത്. ഷീന മാർട്ടിനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷീന, ഈ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം പൂർത്തിയാണോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അരുണ്യ, ആലുവ മണപ്പുറം പൂർണ്ണമായും ഭക്തിസാന്ദ്രമാണ്. ആഘോഷ നിറവിലാണ്. ശിവരാത്രി ആഘോഷങ്ങൾക്കെല്ലാം തന്നെ തുടക്കം ഇട്ടിരിക്കുകയാണ് ആലുവ മണപ്പുറത്ത്. ഇന്നലെ പകൽ മുതലാണ് ഇവിടെ ബലിതർപ്പണം ആരംഭിച്ചത്. അത് ഇന്നും തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി അർദ്ധരാത്രി ആവുന്നതോടുകൂടിയായിരിക്കും ഔപചാരികമായി ഇവിടെ ബലിതർപ്പണത്തിന് തുടക്കമാവുക. കുറച്ച് സമയങ്ങൾക്കകം തന്നെയായിരിക്കും എഴുന്നള്ളിപ്പ് ഉണ്ടാവുക. എഴുന്നള്ളിപ്പിന് ശേഷമായിരിക്കും ഔപചാരികമായി ബലിതർപ്പണം ആരംഭിക്കുക. അർദ്ധരാത്രി മുതൽ ബലിതർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാളെ സൂര്യോദയം വരെയായിരിക്കും ബലിതർപ്പണ ചടങ്ങുകളെല്ലാം നടക്കുക. നമുക്കിവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണാം, നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ശിവക്ഷേത്രത്തിൽ ശിവന്റെ നാമം ജപിച്ചുകൊണ്ട് ശിവരാത്രി ആഘോഷിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പൂർണ്ണമായും 3 ദിവസത്തെ വ്രതമെടുത്ത് അത്തരത്തിൽ വളരെ ഭക്തി സാന്ദ്രമായാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാം തന്നെ കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു വലിയ ആഘോഷമാണ് ഈ മഹാശിവരാത്രി നാളിൽ ആലുവ ക്ഷേത്രത്തിൽ നടക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെയും സജ്ജമാക്കിയിട്ടുണ്ട്. പിതൃമോക്ഷത്തിന് വേണ്ടിയുള്ള ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര ദർശനവും കഴിഞ്ഞായിരിക്കും ആളുകളെല്ലാം ഇവിടെ നിന്നും മടങ്ങുക. അതിനുള്ള ഒരുക്കങ്ങൾ നമുക്കിവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ പായ വിരിച്ചും പേപ്പർ വിരിച്ചും ഒക്കെ നിലത്തിരുന്ന് ഇത്തരത്തിൽ നാളെ രാവിലെ വരെ സൂര്യോദയം വരെ ഇവിടെ ശിവന്റെ നാമം ജപിച്ചുകൊണ്ട് ആളുകൾ പ്രാർത്ഥനാപൂർവം ഇവിടെ ഇരിക്കുന്നു. അതിനുശേഷം നാളെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞായിരിക്കും ആളുകളെല്ലാം ഇവിടെ നിന്നും മടങ്ങുക. ശിവപഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ചുകൊണ്ടായിരിക്കും മണപ്പുറത്തെ വിശ്വാസികളെല്ലാം തന്നെ ഇരിക്കുന്നുണ്ടാവുക. നാളെ 8:30 മുതലാണ് ഇവിടെ അമാവാസി തർപ്പണം ആരംഭിക്കുക. അതുവരെയും ഇവിടെ ഇത്തരത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഔപചാരികമായി തുടങ്ങുന്ന ബലിതർപ്പണം നാളെ 8:30 മുതൽ അമാവാസി നാളിലെ ബലിതർപ്പണവും ഉണ്ടാകും. 316 ബലിതറകളാണ് ഇത്തരത്തിൽ മണപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 2000 പേർക്ക് ബലിയർപ്പിക്കാൻ കഴിയുന്ന സജ്ജീകരണങ്ങളാണ് ഇവിടെ ദേവസ്വം ബോർഡ് സജ്ജമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും ഉണ്ടെങ്കിൽ അത് ക്രമീകരിച്ചുകൊണ്ട് അതിനെ എല്ലാം തന്നെ ഒരു വിധത്തിൽ സജ്ജമാക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. പിതൃതർപ്പണത്തിന് എത്തുന്നവർക്ക് സൗജന്യമായിട്ടുള്ള ലഘുഭക്ഷണവും ചുക്കുവെള്ളവും ഒക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ക്ഷേത്ര ചടങ്ങുകൾക്കായും എത്തുന്നത്. ശിവരാത്രി വിളക്ക് ഏകദേശം 12 മണിയാവുന്നതോടുകൂടി തന്നെ ശിവരാത്രി വിളക്ക് തെളിക്കുന്നതായിരിക്കും. അതോടുകൂടിയായിരിക്കും ഔദ്യോഗികമായുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. 31 വ്യാപാര സ്റ്റാളുകളാണ് ഇത്തരത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മണപ്പുറത്ത് എത്തുന്നവർക്ക് 2 കോടി രൂപയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസും ഇത്തവണ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 1500-ലേറെ പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. അഗ്നിരക്ഷാ സേന, നേവി, മുങ്ങൽ വിദഗ്ധർ എന്നിവരുടെ സേവനവും ഇവിടെ ഉറപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചൂട് കൂടുതലാണ്, നമുക്കറിയാവുന്നതുപോലെ ചൂടാണ്, പൊടിയാണ്. അപ്പോൾ അത്തരത്തിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും സൗജന്യമായും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. സൗജന്യ ചുക്ക് കാപ്പി വിതരണം നടത്തുന്നുണ്ട്. അർദ്ധരാത്രിയിലും അതായത് KSRTC ബസ്സുകളടക്കം 250 KSRTC ബസ്സുകളാണ് കൂടുതലായും സർവീസ് നടത്തുന്നത്. അതേപോലെ തന്നെ റെയിൽവേയുടെ പ്രത്യേക സർവീസ് ഉണ്ടാകും. കൊച്ചി മെട്രോയുടെ സമയവും ദീർഘിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയായി ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈത ആശ്രമം ഉണ്ട്. അവിടെയും ഇത്തരത്തിൽ ബലിതർപ്പണം നടന്നു വരുന്നുണ്ട്. അവിടെയും ഇത്തരത്തിൽ ഒരുപാട് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിക്കും തിരക്കിനെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള ബലിതർപ്പണമാണ് അവിടെയും നടന്നിട്ടുള്ളത്. ഏകദേശം 7:30 അവിടെ സർവമത സമ്മേളനം നടന്നിരുന്നത്. സർവമത സമ്മേളനത്തിലും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഏകദേശം 7 ലക്ഷത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ആലുവ മണപ്പുറത്ത് ഇത്തവണ ക്രമീകരണങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. അരുണ്യ.
ഇതാണ് ശിവരാത്രി ആഘോഷ നിറവിലാണ് ആലുവ മണപ്പുറം. പിതൃബലി തർപ്പണത്തിനായി മണപ്പുറത്തേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഷീന മാർട്ടിനാണ് ആലുവയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.